പുതിയ അച്ഛൻ വരുമെന്ന് ഞാൻ കേട്ടല്ലോ. ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ചായിരുന്നോ? ബിഷപ്പ് ഹൗസ്? അതെ, ഈ മെത്രമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമില്ലേ അത്. ഓ എടാ, ബിഷപ്പ് ഹൗസ്. ഞാൻ വിളിച്ചപ്പോ ഇന്ന് എത്തുമെന്നാ പറഞ്ഞേ. രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീതരൂ ആദ്യ രോമാഞ്ചഭാവം. എടാ സണ്ണി. അയ്യോ ശോശ. ചായോ, എന്താ ഒരു വശപ്പിശക്? എന്റെ സ്കൂൾ മേറ്റാ, ഇത്തിരി മോഡേൺ ആണ്. ഒത്തിരി മോഡേൺ ആകാനത് ഭാഗ്യം. സണ്ണി, അച്ഛൻ വന്നുടാ. ആ ഇപ്പൊ വരും. അതെ, കമ്മിറ്റി തുടങ്ങുമ്പോ സ്വാഗതം ഞാൻ പറയും കേട്ടോ. അത് പറ്റത്തില്ല. സാധനം ഞാൻ പറയും. നോ, ഇറ്റ്സ് മീ. നോ, ഇറ്റ്സ് ഞാൻ. വർക്കി, നീ വെൽക്കം പറഞ്ഞോളൂ. ശോശേ, നീ സ്വാഗതം പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? ഓക്കെ. അല്ല, അത് പിന്നെ ഒന്നുമില്ല. ആ വേണ്ട, അച്ഛനല്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഇരിക്കട്ടെ. അച്ഛോ, അപ്പോ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ഈ പരിപാടി എന്ന് പറയുമ്പോ അതോ ഒറ്റയ്ക്കുള്ളതാണോ അതോ ഈ ഗ്രൂപ്പായിട്ട് ചേർന്നാണോ? അച്ഛോദേശ പരിപാടിയൊന്നും അല്ല, കമ്മിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ മൗന പ്രാർത്ഥനയോട് നമുക്കൊന്ന് തുടങ്ങാം അല്ലേ? ഫോൺ എടുക്കടാ, ഒന്ന് ഫോൺ എടുക്കടാ. എന്താണത് ഇപ്പൊ ഇട്ടത്? അതെ, എന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണത്. കള്ള. അടുത്തതായി സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട വനിതാ ബമ്പർ. ബമ്പറോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, വനിതാ ബമ്പർ ശോശിയെ ക്ഷണിച്ചുകൊള്ളു. എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഫാദർ മാർട്ടിൻ ഡി സമൂസ. സമൂസയോ? ശോശേ, മാർട്ടിൻ ഡിസൂസ അച്ഛൻ. അച്ഛനും വേദിയിലിരിക്കുന്ന മറ്റവന്മാർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുന്നതിനോടൊപ്പം ഈ കമ്മിറ്റി പര്യവസാനിക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്ര പെട്ടെന്ന് കമ്മിറ്റി കഴിഞ്ഞു? എന്നാ പോയേക്കാം. പോവാ. കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല. ചേടാ, അപ്പൊ കമ്മിറ്റി കഴിഞ്ഞില്ല. അച്ഛോ, പരിപാടിക്കാർ തീരുമാനിക്കണ്ടേ? വേണമല്ലോ. മോന് പരിപാടിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ, കൊച്ചു കള്ളൻ. അതുകൊണ്ടോരെ കഴിഞ്ഞ പെരുന്നാൾ കണക്ക് അവതരിപ്പിക്കുകയാണ്. അതിനായി ട്രഷററെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ട്രഷറല്ല, ട്രഷറർ. അതെ, ആ പറഞ്ഞ സാധനത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷം പിറന്ന നാട്ട്. സ്നേഹം വന്നാൽ മധുരത്തേന് വീണായി പൂവും വന്ദിച്ചാറ്, കോപം കൊണ്ടാൽ നഗമേനൊന്നാൽ വേറാരും വേണ്ടിയില്ലെന്നാണ്. ആകാറും ആർക്കും ആർക്കും
ജോസച്ചൻ, സണ്ണിച്ചൻ, വർക്കിച്ചൻ, ശോശച്ചൻ, അതല്ല ശോശത്തി, മറ്റുള്ളവർ. കഴിഞ്ഞ പെരുന്നാളിൻ്റെ വരവ്, ചിലവ്, കണക്കുകൾ. വരവ് 5 ലക്ഷം. പാൻറ്, മുണ്ട്, ഷർട്ട്, അയ്യോ ബില്ല് മതി. വരവ് 5 ലക്ഷവും ബാൻഡ് 20 ലക്ഷം വർക്ക്, പന്തൽ വർക്ക്, വീഡിയോ എല്ലാം കൂടെ കൂട്ടി മൊത്തം 3.5 ലക്ഷം. ആശുപത്രി ചെലവ് 1.5 ലക്ഷം. പെരുന്നാളിൽ ആശുപത്രി ചെലവ് അതെങ്ങനെ? എന്റെ പൊന്നച്ചോ, അന്നത്തെ പ്രധാന പരിപാടി എന്തായിരുന്നു? പരിചയമുട്ട കളി. കളിച്ചവനും നിന്നവനും എല്ലാം ചുവട് തെറ്റിയിട്ട് എത്ര അവന്മാരാ വെട്ടുകിട്ടി ആശുപത്രി കിടക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ കണക്കായി അവതരിപ്പിച്ചത്. ലേലം ലേലം. ഓക്കെ. ആദ്യ ഫല ലേലത്തുക. വരവ് 20,000. വീട് വാർത്തവത 20. വീടോ? വീടല്ല, മേട വാർത്ത. നേരാ തിരുമേനി, ഈ പച്ചൻ വള്ളക്കുളത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കണ്ണുമ്പി വെച്ച് എൻ്റെ അമ്മച്ചിയെ പിടികൂടിയ റേഞ്ചർ സാഹിബിനെ ഒരൊറ്റ വെട്ടിന് 2 തുണ്ടാക്കി എൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ അന്ന് എനിക്ക് 9 വയസ്സ്. അയ്യോ, ലേലം സിനിമ ഞങ്ങളും കണ്ടതാ. അയ്യോ, ലേലം എന്ന് കേട്ടപ്പോ കൈ നങ്ങ് പോയി. ഈ ചപ്പൻ അങ്ങോട്ട് ഏറ്റില്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ് നമ്മൾ കണക്കങ്ങോട്ട് പാസ്സാക്കുമല്ലേ? അതൊക്കെ ഓക്കെ. അച്ഛനെ ഈ 2 പേരിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒന്ന് തൊട്ടേ. പ്രിയമുള്ളവരെ, ഇതോടുകൂടി കമ്മിറ്റി അവസാനിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതെങ്ങനെയാ മോനെ ദിനേശ, ഈ കണക്കൊക്കെ എല്ലാം ശരിയാണോ? പിന്നെ ഈ കണക്കൊക്കെ എല്ലാം ശരിയാണ് അച്ചോ. അതേ മോനെ പ്രസിഡന്റ്, ഇങ്ങ വാ. ഇവിടുത്തെ ബില്ലൊക്കെ പാസ്സാക്കുന്നത് വെല്ലെ പിടിച്ചുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തെ പിടിച്ചുകൊണ്ടാണോ? ചിലപ്പോഴൊക്കെ അങ്ങനെ. എന്താ മോന്റെ പേര്? സണ്ണി. അമ്മടെ മോനെ സണ്ണിക്കുട്ട. അച്ഛനറിയോ സണ്ണിച്ചായന്? പിന്നെ ആള് വേണ്ടത്ര പരിചയമില്ല. ലോകപ്രശസ്തനാ രാവണൻ. ഞാനോ? അച്ഛനല്ല ഈ പറയുന്നത്? 10 തലയായവന് അറിയോ? ആധുനിക മനഃശാസ്ത്രത്തിലെ ലോകപ്രശസ്തമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. എടാ സണ്ണി, ഞാൻ അറിയാതെ നിനക്ക് വേറെ 2 ബന്ധങ്ങളുണ്ടല്ലേ? You cheat. നീ എന്താ ഈ പറയുന്നത്? ആഹാ, അച്ചായോ, ഇപ്പൊ നാട്ടുകാർ പറയുന്നതൊക്കെ ശരിയാണല്ലേ? പണി പാണി ചേട്ടത്തി വരുന്നുണ്ട്. ഓടരുത്, നിക്കവിടെ, നിക്കാൻ ഓടരുത്. പറ, എനിക്ക് നിങ്ങളെ നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഏതാണ്ട് പറ, അവര് ബന്ധം പറയൂ. പിന്നെ പോടാ. സോഫി, നീയും എന്നെ കൂടാതെ നിങ്ങൾക്ക് എത്ര ബന്ധമുണ്ട്? പറ, come on. അച്ഛോ, ഇതിനുമാതിരി മറ്റടുത്ത പണിയായിപ്പോയി. നിങ്ങൾ എന്റെ കുടുംബം കണക്കാണ് ഇങ്ങോട്ട് വന്നത്. ഹലോ, ആണോ? കർത്താവേ, പറ മനുഷ്യ, അവര് ബന്ധം പറയൂ. Come on. എടി പൊട്ടി, ഇങ്ങേർക്ക് സിനിമ തലയ്ക്ക് പിടിച്ച് പ്രാന്തായതാ. ഈ കാര്യമാ ബിഷപ്പ് ഹൗസിൽ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്.
എന്റെ ബന്ധം എന്നല്ല പറഞ്ഞത്. മണിച്ചിത്രത്താഴിലെ മോഹൻലാലിന്റെ കഥാപാത്രം സണ്ണിക്കുട്ടൻ എഴുതിയ 2 പ്രബന്ധങ്ങൾ എന്ന ഡയലോഗിന്റെ കാര്യമാ പറഞ്ഞത്. സ്റ്റോപ്പ്. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? എടാ മോനെ വർക്കി, എന്തോ ശോശ വെട്ടടാ. സോഫി, ജീവൻ വേണം.